ഓജോബോർഡ് എന്ന പുസ്തകത്തിന്റെ രചയിതാവും യുവ സാഹിത്യകാരനുമായ അഖിൽ പി ധർമ്മജനാണ് നമ്മോടൊപ്പം ഉള്ളത്. അദ്ദേഹത്തിന്റെ പുതിയ നോവൽ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അത് ചെന്നൈ ബേസ്ഡ് ആയിട്ടുള്ള നോവലാണ്. അദ്ദേഹത്തിന്റെ പുതിയ നോവലിലേക്കും കൂടുതൽ വിശേഷങ്ങളിലേക്കും നമുക്ക് പോയി നോക്കാം. സ്വാഗതം അഖിൽ പി ധർമ്മജൻ. താങ്ക് യു. പക്ഷേ അഖിലിനായിരിക്കും അതിനെ കുറിച്ച് കൂടുതൽ പറയാൻ കഴിയുക. നമ്മുടെ കൂട്ടുകാർക്ക് വേണ്ടി ഒരു സെൽഫി ഉണ്ടല്ലോ. നമസ്കാരം, എന്റെ പേര് അഖിൽ പി ധർമ്മജൻ. കുറച്ച് ആൾക്കാർക്ക് അറിയാം, കുറെ ആൾക്കാർക്ക് അറിയാൻ പാടില്ല. എന്നെ പറ്റി പറയുകയാണെങ്കിൽ എഴുത്തുകാരൻ എന്ന നിലയിലാണ് ഇപ്പൊ എന്നെ അറിയാവുന്നത്. എന്റെ ഫസ്റ്റ് നോവൽ ഓജോബോർഡ് പബ്ലിഷ് ചെയ്തു ഒരു 1.5 വർഷമായിപ്പോ. രണ്ടാമത്തെ നോവലിന്റെ കഴിഞ്ഞ ഏകദേശം അത് പബ്ലിഷ് ആകാനായിട്ട് പോവുകയാണ്. അപ്പൊ അതിന്റെ കെയർ ഓഫിലാണ് ഇപ്പൊ ഒരു ഇന്റർവ്യൂ, മെർക്കുറി ഐലൻഡ്, അതാണ് രണ്ടാമത്തെ നോവല്. ഇപ്പോ ഇവിടെ നമ്മുടെ ചങ്കുബ്രോ സന്ധിച്ചത് നമ്മൾ ചെന്നൈയിൽ ഇപ്പൊ ഞാൻ വന്നിരിക്കുന്നത് ഒരു 3ാമത്തെ നോവൽ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഇടയിലാണ് നമ്മളിപ്പോ കണ്ടത്. അഖിലിനെ കുറിച്ച് നന്നായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മുടെ ചോദ്യത്തിലേക്ക് കിടക്കാം. അപ്പം ഓജോബോർഡ് എന്ന ആദ്യ പുസ്തകത്തെ കുറിച്ച് ഞങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടി പറയുക. ഓജോബോർഡ് അതിന്റെ പ്രത്യേകതകള്. അപ്പൊ ഞാൻ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ അതിന്റെ പ്രകാശന ചടങ്ങ് കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്ത ഒരു സംഭവമായിരുന്നു. അതായത് ചുടുകാട്ടിൽ വെച്ചൊരു പുസ്തക പ്രകാശനം. അപ്പൊ അതിനെക്കുറിച്ച് ഓജോബോർഡിനെ കുറിച്ചൊക്കെ ഞങ്ങളുടെ കൂട്ടുകാർക്ക് അറിവില്ലാത്ത ആളുകളുണ്ടായിരിക്കും, അവർക്ക് വേണ്ടി ഒന്ന് പറയാം. ഓക്കെ, ഇപ്പൊ പോയ ബുക്ക് ഓജോബോർഡ് ആയിരുന്നു. ഓജോബോർഡിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് പ്രത്യേകത എന്ന് പറയാനായിട്ട് ഇതൊരു ബുക്കാവുമെന്ന് ഒരു ചിന്തയില്ലായിരുന്നു എനിക്ക്. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു എഴുത്തുകാരനാവുന്ന ഒരു ചിന്തയില്ലായിരുന്ന ഒരു കൃതിയാണ് ഓജോബോർഡ്. അത് ആദ്യമായിട്ട് ബുക്കിൽ എഴുതി തുടങ്ങി, അതിനുശേഷം ഫേസ്ബുക്കിൽ ഇട്ട് തുടങ്ങി. ആ സമയം എന്ന് പറയുമ്പോൾ 2012 കാലഘട്ടമാണ്. ഫേസ്ബുക്ക് യൂസ് ചെയ്യുന്നത് പറയാൻ ചാറ്റ് ചെയ്യാനും ഫോട്ടോസ് ഇടാൻ വേണ്ടിയിട്ടൊക്കെയാണ്. പ്ലീസ് ലൈക്ക് മൈ പ്രൊഫൈൽ പിക് പ്രോ, ആ ഒരു കാലഘട്ടമാണ്. അപ്പോ നമ്മള് കഥയൊക്കെ ഇട്ട് തുടങ്ങിയപ്പോ ആൾക്കാർക്ക് അറിയില്ല ഇത് എന്ത് സെറ്റപ്പ് ആണെന്നൊന്നും അറിയില്ല. ആ സമയത്ത് ഒരുപാട് കളിയാക്കലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ആ സമയത്ത് കഥ ഇട്ട് തുടങ്ങി. പിന്നീട് ഒരു ആദ്യം വന്ന ലക്കങ്ങളായിട്ടായിട്ടത് ഇപ്പോ കൂട്ടുകാർ കളിയാക്കി തുടങ്ങി, മംഗളം മനോരമ കണക്ക് നോവലൊക്കെ എഴുതുന്നത് കണ്ടിട്ട്. പിന്നെ ഓരോ ലക്കത്തിലും ഓരോ ആൾക്കാര് കൂടുതലായിട്ട് വന്നു തുടങ്ങി. അങ്ങനെയാണ് അതൊരു നോവലായത്. അതിന്റെ പ്രത്യേകത എന്ന് പറയാനായിട്ട് ഫസ്റ്റ് ഫേസ്ബുക്കിൽ നിന്നുള്ള ആദ്യത്തെ മലയാള നോവലാണ്. പിന്നെ അത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് പൈസ, അതായത് ഫണ്ട്, ഒരു ക്രൗഡ് ഫണ്ടിങ് എന്ന രീതിയിൽ കഥ വായിച്ചവരെല്ലാരും കൂടെയാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ എന്ന് പറയാനായിട്ട് അതിൻ്റെ അകത്ത് അത്യാവശ്യം ഒരു 16-17 ട്വിസ്റ്റുകളുണ്ട്, ചെറുതും വലുതുമായിട്ടുള്ള. അങ്ങനെ സിനിമകളിൽ കണ്ടിട്ടുണ്ടെങ്കിൽ നോവലിൽ അത്രയും ട്വിസ്റ്റ് വരുന്നത് മലയാളത്തിൽ അങ്ങനെ കേട്ടുകേൾവിയില്ല. ഞാൻ വായിച്ചിട്ടുള്ളതിലും ഇല്ല, പിന്നെ ഉണ്ടായിരിക്കാം, എനിക്കറിയില്ല. എന്തായാലും അതൊരു പ്രത്യേകതയായിട്ട് ഞാൻ കാണുന്നു. പിന്നെ 72 പേര് അവതാരിക എഴുതിയൊരു ബുക്കാണത്. പിന്നെ അതിന്റെ പ്രകാശനം പറഞ്ഞ പോലെ തന്നെ ചുടുകാട്ടിൽ വെച്ചിട്ടാണ് നടത്തിയത്. അത് ഒരു ബിസിനസ് ട്രിക്ക് എന്ന് അങ്ങനെയൊക്കെ ആൾക്കാർ പറയുന്നുണ്ടെങ്കിൽ പോലും ഞാനിപ്പോ ഒരു ഫ്രഷറാണ്. എന്റെ ബുക്ക് ഇറക്കാൻ പോലും ഒരാൾ സപ്പോർട്ട് ഇല്ലായിരുന്നു. അപ്പോ നമ്മുടെ ബുക്കിലേക്ക് ശ്രദ്ധ ആകർഷിക്കണമെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്തേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് പിന്നെ ആ ഒരു ബുക്ക് ഒരു ഹൊറർ അല്ലേ, അപ്പൊ പിന്നെ ചുടുകാട്ടി വെച്ച് നടത്തുന്നതിന് ഇതൊന്നും പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നുമില്ല. അതുകൊണ്ടാണ് ഓജോബോർഡിന്റെ പ്രത്യേകതകളിൽ അതും കൂടെ ഉൾപ്പെട്ടത്. ഫേസ്ബുക്കിലൂടെ എഴുതി തുടങ്ങിയ ഒരു നോവൽ പുസ്തകമാകുന്നു. എല്ലാ പുസ്തകങ്ങളും ചൂടപ്പം പോലെ വിറ്റ് പോകുന്നു. എന്റെ ചോദ്യം ഇതാണ്, അതായത് എന്റെ ഫേസ്ബുക്കില് ഒരുപാട് ആളുകൾ കൃതികളാണ്, കവിതകൾ എഴുതുന്നവരുണ്ട്, സാഹിത്യം എഴുതുന്നവരുണ്ട്. അവർക്കെല്ലാം ഒരു പുസ്തകം, അവരുടെ ലേഖനങ്ങളും ഒരു പുസ്തകമാക്കി മാറ്റാൻ ഒരുപാട് ആഗ്രഹം ഉണ്ടായിരിക്കും. താങ്കൾക്ക് അവരോട് എന്താണ് പറയാനുള്ളത്? എനിക്ക് ഫേസ്ബുക്കിൽ എഴുതുന്നവരോട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫേസ്ബുക്കിൽ എഴുതുന്നത് നല്ലതാണ്, ഫ്രീ ആണ് ഫേസ്ബുക്കിൽ എഴുതാനായിട്ട്. പിന്നീട് അതൊരു ബുക്കാക്കി മാറ്റുമ്പോഴുള്ള ഒരു പ്രോസസ്സാണ് കുറച്ച് ബുദ്ധിമുട്ട്. ഇപ്പൊ ഞാൻ ബുക്ക് ഇറക്കുന്ന സമയത്ത് അങ്ങനെ അധികം ബുക്ക് ഇറക്കുന്നില്ല. പക്ഷെ ഇപ്പൊ ഈ ഒരു 1.5 വർഷം കൊണ്ട് ഒരുപാട് പേര് ബുക്ക് ഇറക്കുന്നുണ്ട്. അതിൻ്റെ അകത്ത് കുറെ ആൾക്കാർ ട്രാപ്പിൽ പെടുന്നുണ്ട്. എൻ്റെ അടുത്ത് വിളിച്ചിട്ട് കുറെ ആൾക്കാരാണെങ്കിലും സംസാരിക്കാറുണ്ട്, ബുക്ക് ഇറക്കിയതാണ്, ഫേമസ് ആയിട്ടുള്ള ചില പ്രസിദ്ധീകരണങ്ങൾ പോലും ഇറക്കിയതിനു ശേഷം അവര് പറ്റിക്കപ്പെടുന്ന, അല്ലെങ്കിൽ ഒരു എഴുത്തുകാരനെ ഒരു കൂലിക്കാരനാക്കി മാറ്റുന്ന ഒരു ഇതാണ് ഇപ്പൊ കാണുന്നത്. എന്റെ ബുക്ക് തന്നെ ഇറങ്ങിക്കഴിഞ്ഞപ്പോ ഞാൻ വേറുള്ള പ്രമുഖ പബ്ലിക്കേഷന് മുന്നും പോയിട്ടുണ്ട്. പക്ഷെ അതിന്റെ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല, അതിന്റെ ഡീറ്റെയിൽ ആയിട്ട്. പക്ഷെ നമുക്ക് ഇങ്ങനെ ഒരു ഇത് കിട്ടി, ഇപ്പൊ ഒരു എസ്റ്റാബ്ലിഷ് ആയി കഴിഞ്ഞപ്പോ അവിടെ നമുക്ക് കയറി ചെല്ലാവുന്ന ഒരു നിലയിലെത്തി. അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് ഇപ്പൊ എന്റെ രണ്ടാമത്തെ മെർക്കുറി ഐലൻഡ് പബ്ലിഷ് ചെയ്യാനായിട്ട് ഒരു പ്രമുഖ, പേര് പറയുന്നില്ല, ഒരു പ്രമുഖ കമ്പനിയിൽ ഞാൻ പോകേണ്ടായി. അവരെന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ടാണ് ഞാൻ പോയത്. ചെന്ന് സംസാരിച്ചപ്പോ അവരുടെ കോൺട്രാക്ട് വായിച്ചു നോക്കിയപ്പോ തന്നെ
എനിക്ക് മനസ്സിലായി. അതായത് എന്തുകൊണ്ടാണ് കേരളത്തിലെ പ്രമുഖ എഴുത്തുകാരനായ ബെന്യാമിൻ പോലും പറഞ്ഞിട്ടുണ്ട്, ഫ്ലൈറ്റിൽ യാത്ര ചെയ്യാനായിട്ട് മലയാളി എഴുത്തുകാരന് സ്വപ്നമാണെന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് ഇപ്പോ ഇംഗ്ലീഷിൽ എഴുതുന്നവരൊക്കെയാണെന്ന് പറഞ്ഞാൽ അവിടെ ഇത് റൈറ്റിംഗ് എന്ന് പറയുന്നത് ഒരു പ്രൊഫഷനാണ്, അവരെ റെസ്പെക്ട് ചെയ്യുന്നതാണ്. പക്ഷെ മലയാളത്തില് ആൾക്കാരുടെ റെസ്പെക്ട് കിട്ടും, പക്ഷെ കമ്പനികൾ അതൊരു ബിസിനസ് ആയിട്ട് മാറ്റുകയാണ് ചെയ്യുന്നത്. ഒരാളെ എഴുത്തുകാരനെ കിട്ടിക്കഴിഞ്ഞാൽ അയാളുടെ കഴിവ് എങ്ങനെ വിറ്റ് കാശ് വാങ്ങാന്നുള്ള ഒരു രീതിയാണ്. എല്ലാവരും പറയുന്നില്ല, കുറെ ആൾക്കാർ പുതിയ ഫ്രഷേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട്. പക്ഷെ ചില മുത്തശ്ശി പബ്ലിഷിംഗ് കമ്പനികൾ ചെയ്യുന്നത് എഴുത്തുകാരന് കൊടുക്കുന്നത് ചിലപ്പോൾ 9%, 10%. ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള എനിക്ക് തരാന്ന് പറഞ്ഞാൽ 12%. അതായത് ഒരു ബുക്കില് 100 രൂപയുടെ ഒരു ബുക്ക് വിറ്റ് പോവുകയാണെങ്കിൽ 12% അതിൻ്റെ അകത്ത് എഴുത്തുകാരന് കിട്ടും. ഇപ്പോ മിക്ക പബ്ലിഷിംഗ് കമ്പനികൾക്കും ഡിസ്ട്രിബ്യൂഷനൊക്കെ അവർ തന്നെയാണ്. ബാക്കി ആ 100 രൂപയിൽ 88 രൂപയും അവർക്കാണ്. അതും നമുക്ക് ബുക്കിന് പൈസ വരുന്നതെന്ന് പറയാനായിട്ട് വർഷത്തിൽ 1 or 2 തവണയായിട്ടാണ്. അതുകൊണ്ടാണ് മലയാളത്തിലെ എഴുത്തുകാർ സ്ഥിരമായിട്ട് ഇരിക്കാത്തത്. അതുകൊണ്ട് സിനിമയിൽ ട്രൈ ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ ഒരു ബുക്കിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് പോകാനായിട്ട്, അല്ലെങ്കിൽ ബെന്യാമിനെ പോലെ പിടിച്ചു നിൽക്കണമെങ്കിൽ അത്രയും എഡിഷൻസ് ഒക്കെ ഇറങ്ങുന്ന ഒരു ബുക്കായിരിക്കണം. അതുകൊണ്ട് പുതിയതായിട്ട് ഫേസ്ബുക്കിൽ എഴുതുന്ന അല്ലെങ്കിൽ എഴുത്ത് ലോകത്തിലേക്ക് വരുന്നവർക്ക് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ കബളിപ്പിക്കപ്പെടാനായിട്ട് ഒരുപാട് ചാൻസ് കൂടുതലാണ്. ഞാൻ ഓൾറെഡി എൻ്റെ പബ്ലിഷ് ചെയ്തതും എനിക്ക് കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പേഴ്സണൽ ആയിട്ടാണെങ്കിലും. അതും ഷെയർ ചെയ്യുന്നില്ല. എനിക്കറിയാവുന്നത് വെച്ചിട്ട് എനിക്ക് മാക്സിമം ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ട്, നിങ്ങളൊരു പബ്ലിഷിംഗ് കമ്പനി തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അവരുടെ ട്രാപ്പിൽ നിങ്ങൾ പെട്ടുപോകുന്നുണ്ടോ. അതായത് നിങ്ങളാരും ഒരു ഇങ്ങനെ കുനിഞ്ഞു നിൽക്കേണ്ടവരല്ല, നിങ്ങൾ ഉയർന്നു നിൽക്കേണ്ടവർ, നിങ്ങൾ എഴുത്തുകാരാണ്. ബിസിനസിന് മുന്നിൽ നിങ്ങൾ പോകേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഞാനിപ്പോ സ്വന്തമായിട്ടൊരു തീരുമാനം എടുത്തത്, ഇങ്ങനെ ഫേസ്ബുക്കിൽ എഴുതുന്നവരാണെങ്കിലും അല്ലെങ്കിൽ പബ്ലിഷ് ചെയ്യാനായിട്ട് ഒരു മാർഗമില്ലാത്തവരാണെങ്കിൽ ഞാനിപ്പോ സ്വന്തമായിട്ട് ഒരു പബ്ലിഷിംഗ് കമ്പനി എന്ന് പറഞ്ഞാൽ വലിയ സെറ്റപ്പ് അല്ല എങ്കിലും അവരുടെ ഡിസ്ട്രിബ്യൂഷൻ 2-3 കമ്പനികളൊക്കെ ആയിട്ട് ടൈപ്പ് ആയിട്ടുണ്ട്. നിങ്ങളെ ഒരിക്കലും ഒരു കൂലിക്കാരനാക്കാത്ത രീതിയിൽ ചെയ്യാവുന്ന രീതിയിലാണ് ഞാനൊരു പബ്ലിഷിംഗ് കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഞാനത് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് 1 വർഷമായിട്ട് പിന്നെ നടക്കുക. പക്ഷെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞുകൊണ്ടായിരിക്കണം പല രീതിയിൽ പണികളൊക്കെ വന്ന് ഇപ്പൊ അത് സ്റ്റക്കായി നിന്ന് ഇപ്പൊ 2ാമത് ആയിട്ടുണ്ട്. അപ്പൊ എന്റെ ഒരുപാട് നമ്മള് ഇതിലേക്ക് ഇറങ്ങുമ്പോഴാണ് എന്റെ വിചാരം എന്ന് പറയുന്ന ഒരു ബുക്ക് കൊണ്ടുപോയി ചുമ്മാ പബ്ലിഷിംഗ് ചെയ്യാനായിട്ട് പ്രസ്സിൽ കൊടുത്തു കഴിഞ്ഞാൽ ബുക്ക് കിട്ടി, അങ്ങനെയാണ്. പക്ഷെ ബുക്കിന്റെ ബാക്കിലുള്ള ISBN നമ്പർ, പബ്ലിഷിംഗ് എന്തൊക്കെയാണ് കാര്യങ്ങൾ, ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെ വിറ്റ് പോകും, അതെല്ലാം ചിന്തിക്കുമ്പോഴാണ് നമുക്ക് എഴുത്തെന്ന് പറയുന്നതല്ല, അത് ബുക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ എന്തൊക്കെയാണുള്ളതെന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ഇതിന്റെ പുതിയ നോവലായ മെർക്കുറി ഐലൻഡിനെ കുറിച്ച് എന്തൊക്കെയാണ് പറയാനുള്ളത്? ഞങ്ങൾ കൂട്ടുകാരോട് എന്തൊക്കെയാണ് പറയാനുള്ളത്? മെർക്കുറി ഐലൻഡിനെ പറ്റി പറയുകയാണെങ്കിൽ അതിന്റെ പ്രകാശനമൊക്കെ അടുത്ത് വന്നിട്ടിരിക്കുകയാണ്. അപ്പോ ഇതിപ്പോ ഓജോ ബോർഡ് പോലെ തന്നെ കുറച്ച് പ്രത്യേകതകളൊക്കെ ഉള്ളതാണ്. ഓജോ ബോർഡിനൊക്കെ അത്ര ട്വിസ്റ്റുകളും കാര്യങ്ങളൊന്നും അല്ല, പക്ഷെ അതൊരു അമേരിക്കയിൽ നടക്കുന്ന ഒരു കഥയാണ്. അമേരിക്കയിൽ നിന്ന് പിന്നീട് ബെർമുഡ ട്രയാങ്കിളിലേക്ക് പോകുന്നതാണ്. മെർക്കുറി ഐലൻഡ് എന്ന് പറയുന്ന ബെർമുഡ ട്രയാങ്കിളിന്റെ ഉള്ളില്, ബെർമുഡ ട്രയാങ്കിൾ എന്താണെന്ന് പറഞ്ഞുതരാം. അതായത് ഒരു കടലിലെ ഭൂഖണ്ഡത്തിലെ ഒരു പസഫിക് സമുദ്രത്തില് ഉള്ള ഒരു ട്രയാങ്കിൾ രീതിയിലുള്ള ഒരു ട്രാപ്പാണ്. അത് ഫ്ലൈറ്റ് ഒക്കെ അതിന് മേളിൽ കൂടെ പോയി കഴിഞ്ഞാലും കടലിന്റെ ഉള്ളിലേക്ക് അത് കൊണ്ടുപോകും, വലിച്ചിട്ട് പോകും, ഷിപ്പ് കൊണ്ടുപോകും, അങ്ങനെ കുറെ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ എന്താ ഉള്ളതെന്ന് ഇപ്പോഴും കറക്റ്റ് ഡെഫിനിഷൻ കണ്ടെത്താൻ പറ്റിയിട്ടില്ല. അതിലൂടെയാണ് ഞാൻ ഈ നോവൽ എഴുതിയത്. ഇപ്പൊ 7 വർഷം എഴുതി തുടങ്ങി, ഇപ്പൊ ഏകദേശം ഒക്കെ തീർന്നിട്ടുണ്ട്. അതിന്റെ കാര്യങ്ങൾ നടക്കുകയാണ്. അപ്പോൾ നോവലിന്റെ പ്രത്യേകത കഥകളിലുള്ളതെന്ന് പറയാനായിട്ട് അതിലേക്ക് ട്രാവൽ ചെയ്യുന്ന ഒരു മെർക്കുറി ഐലൻഡ്, ഒരു പ്രത്യേകത, ഒരു മാജിക് എന്ന് പറയുന്ന ഒരു രീതിയിലുള്ള ഐലൻഡാണ്. പിന്നെ ഇതിന്റെ പ്രകാശനത്തിന്റെ പ്രത്യേകതകള് ഓജോ ബോർഡ് പോലെ തന്നെ കുറച്ച് സസ്പെൻസും കാര്യങ്ങളൊക്കെയാണ്. അപ്പോ ഓജോ ബോർഡ് ഹൊറർ ആയതുകൊണ്ട് അവിടെ ഒരു ക്രിമിറ്റോറിയത്തിൽ വെച്ച്, അതായത് ശ്മശാനത്തിൽ വെച്ചിട്ടാണെന്നും, അപ്പൊ സ്വാഭാവികമായിട്ടും മെർക്കുറി ഐലൻഡ് കണക്ട് ചെയ്യാൻ പറ്റുമായിരിക്കും. എന്തായാലും അതെല്ലാം ഒരു സർപ്രൈസ് ആയിട്ട് ഇരിക്കട്ടെ. പിന്നെ നോവലിനെ പറ്റി അതാ പറയാനുള്ളത്. അഖിലിപ്പോ ചെന്നൈയിലാണുള്ളത്. ചെന്നൈ ഡയറീസ് എന്ന നോവൽ എഴുതുക മാത്രമാണ് ലക്ഷ്യം, അതിനപ്പുറത്തേക്ക് മറ്റെന്തെങ്കിലും ലക്ഷ്യങ്ങളുണ്ടോ? ചെന്നൈയിൽ വന്നതിന്റെ ഒരു കാര്യം അതാണ്, സിനിമയും കൂടെ ആഗ്രഹമുള്ളതാണ്. സിനിമയിൽ ട്രൈ ചെയ്തോണ്ടിരിക്കുകയാണ്. ഇപ്പൊ സ്ക്രിപ്റ്റ് കുറച്ച് കാര്യങ്ങൾ, കഥകളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോ ആരെങ്കിലും പ്രൊഡ്യൂസർമാരെ അല്ലെങ്കിൽ ഫിലിമില് അസിസ്റ്റന്റ് ആയിട്ട് എങ്ങനെയെങ്കിലും കയറാവുന്ന ഒരു ഇതുകൂടെയാണ്. പിന്നെ ഇപ്പോ ചെന്നൈയിൽ വന്നതുകൊണ്ട് നോവലും എഴുതുന്നുണ്ട്. അപ്പൊ എന്തായാലും ഇവിടെ ഷോർട്ട് ടൈം കോഴ്സ് ഇഷ്ടം പോലെ ഉണ്ട്. അപ്പൊ സിനിമാറ്റോഗ്രാഫി പഠിച്ചാൽ കൊള്ളാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടില് സിനിമാറ്റോഗ്രാഫി ചെയ്യുന്നുണ്ട് ഷോർട്ട് ടൈം കോഴ്സായിട്ട്.
അതിന്റെ കൂട്ടത്തിൽ നോവലും കൊണ്ടുപോകുന്നുണ്ട്. അപ്പൊ നമുക്ക് പുതിയ പുതിയ ആൾക്കാരെ പരിചയപ്പെടുകയും തമിഴ്നാടിനെ പറ്റി അറിയുകയും അങ്ങോട്ട് ഇറങ്ങി നടന്നേക്കുക. മീൻസ് എല്ലാ ലോക്കലായിട്ടുള്ളതാണെങ്കിലും ഇച്ചിരി കൂടിയാണെങ്കിലും കാര്യങ്ങളെല്ലാം എക്സ്പീരിയൻസ് ചെയ്തിട്ടാണ് നോവൽ കൊണ്ടുവരുന്നത്. അതേപോലെ തന്നെ അതിന്റെ ഇടയിൽ പല പല സിനിമാ മേഖലയിലുള്ള ആൾക്കാരൊക്കെ ആയിട്ട് നമ്മൾ കണക്ട് ആവുന്നുണ്ട്. സിനിമയും ഒരു ലക്ഷ്യമാണ്. ഫേസ്ബുക്ക് മലയാളികൾ അല്ലെങ്കിൽ ഫേസ്ബുക്ക് എന്ന മീഡിയ അഖിലിനെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ഇപ്പോൾ എങ്ങനെയാണ് ഫേസ്ബുക്ക് എന്ന മീഡിയ താങ്കളെ സഹായിക്കുന്നത്? ഇപ്പോ സത്യത്തിൽ ഫേസ്ബുക്കിന്റെ ഒരു 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 ലെവൽ വരെ എന്നെ കൊണ്ടുവന്നത് ഫേസ്ബുക്കിലൂടെ ഉള്ള ആൾക്കാർ അല്ലെങ്കിൽ ആ ഒരു സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ വഴിയാണ് ഞാൻ മുന്നിലേക്ക് വന്നത്. ഇപ്പോഴും ചെന്നൈയിൽ ഇപ്പോൾ വന്നതിന് ശേഷമാണെങ്കിലും ഒരുപാട് ആൾക്കാർ വിളിച്ചിട്ട് ഇപ്പോൾ നമ്മൾ തമ്മിൽ കണ്ട പോലെ തന്നെ ഫേസ്ബുക്കിലൂടെ നമുക്കറിയാവുന്നത്, അതേപോലെ തന്നെ ഒരുപാട് ആൾക്കാർ വിളിച്ച് കാണുന്നുണ്ട്, അവരുടെ വീഡിയോകൾ പോകുന്നുണ്ട്, പരിചയം നേരിട്ട് കാണാൻ പറ്റും. ഒരുപാട് മലയാളീസ് ചെന്നൈയിലുണ്ട്. അതിൽ പലരും എഴുത്തുകാരാണ്. പിന്നെ അതേപോലെ തന്നെ ഒരുപാട് അനുഭവങ്ങളുള്ളവരാണ്. നമുക്ക് പറഞ്ഞു തരും കുറെ കാര്യങ്ങൾ. അവിടെ പോകരുത്, ആ സമയത്ത് അവിടെ പോകരുത്. പിന്നെ ആണെങ്കിൽ നമുക്കിപ്പോ ഒരിടത്ത് പോകണമെങ്കിൽ നമുക്ക് സ്റ്റേ ചെയ്യണമെങ്കിൽ പോലും നമുക്കിവിടെ അങ്ങനെയുള്ള കുറെ ഗുണങ്ങളുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇപ്പൊ സിനിമാ മേഖലയിലാണെങ്കിൽ പോലും ഫേസ്ബുക്ക് വഴിയൂടെ തന്നെ ഒരുപാട് ഗുണങ്ങളുണ്ടായി. അപ്പൊ മലയാളികൾ ഒരുപാട് പേര് കുറ്റം പറയുന്ന ഒരു മീഡിയമാണ് ഫേസ്ബുക്ക്. പക്ഷെ നല്ല രീതിയിൽ യൂസ് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് നല്ലതായിട്ട് തന്നെ വരുന്നത്. ഇപ്പൊ എല്ലാവരും എനിക്ക് കിട്ടുന്ന ഒരു 90% സപ്പോർട്ടും ഫേസ്ബുക്കിലൂടെയാണ്. പക്ഷെ അവര് ഓഫ്ലൈനായിട്ട് തന്നെ സപ്പോർട്ട് ചെയ്യുന്നത് എല്ലാ രീതിയിലും. ഇനി എന്നായാലും അതായത് അഖിലിന് എഴുത്തിന്റെ മേഖലയിലാണെങ്കിലും സിനിമയുടെ മേഖലയിലാണ് എല്ലാവിധ ആശംസകളും, ഹൃദയം നിറഞ്ഞ എല്ലാവിധ ആശംസകളും അറിയുന്നു. ഓക്കെ, തീർച്ചയായിട്ടും നന്ദിയുണ്ട്. അതേപോലെ തന്നെ നിങ്ങളുടെ ഒരു ടീം ഞാൻ കുറച്ച് നാളായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണിത്. നിങ്ങളുടെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് കോമ്പിനേഷൻ എനിക്ക് എന്തായാലും നല്ല രീതിയിൽ ഒരു വളർന്നു വരുന്ന ഒരു ഫീൽഡ്, നല്ലൊരു പ്ലാറ്റ്ഫോമാണ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മറ്റുള്ളവർക്ക് ഒരു മോട്ടിവേഷൻ എന്ന രീതിയിൽ. അപ്പൊ നിങ്ങൾക്കും എന്റെ എല്ലാവിധ അഭിനന്ദനങ്ങളും ആശംസകളും. താങ്ക് യു.